അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കപ്പൽ യാത്രയും ആ കപ്പൽ തിരയിളക്കത്തിൽ അതിങ്ങനെ ആടി ഉലയുകയും മരണത്തെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് മുന്നിൽ കാണുകയും അങ്ങനെ അദ്ദേഹം ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ നടത്തി അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് അദ്ദേഹം കെട്ടിച്ചമച്ച ഒരു അനുഭവ കഥ. ആ അനുഭവ കഥയെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു മുസ്ലിയാർ എന്റെ സംസാരത്തിന് മറുപടി എന്നോണം അദ്ദേഹം ഇറക്കിയ ഒരു വീഡിയോ ക്ലിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുസ്ലിയാർ പറയുന്ന ഒരുപാട് കളവുകൾ, ആ കളവുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ക്ലിപ്പിൽ ഞാൻ വരുന്നത്. അദ്ദേഹം തുടക്കത്തിൽ പറയുന്നു, അതായത് ഈ മുസ്ലിയാർ പറയുന്ന ഭാഗം, ഞാൻ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ പരിഹസിച്ചു, കളിയാക്കി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് ഇനി മറ്റാർക്കെങ്കിലും അതൊരു പരിഹാസമായി തോന്നിയെങ്കിൽ അതിനിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഞാൻ അതിൽ ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ എന്റെ ഈ മുസ്ലിയാരോട് പറയാനുള്ളൂ. ഇവിടെ പ്രധാനമായും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം സംസാരത്തിൽ ഇനി ബദർ ശുഹദാക്കളെ വിളിച്ച് തവസ്സുൽ നടത്തുവാൻ ഒരു തെളിവ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഭാഷ ഇങ്ങനെയാണ്: ബദരീങ്ങളെ തവസ്സുൽ ചെയ്യാൻ ആരാണ് പഠിപ്പിക്കുന്നത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഹദീസ്, ഒരു സംഭവം ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. ശ്രോതാക്കൾ അദ്ദേഹം ഈ മുസ്ലിയാർ പറയുന്ന ഭാഗം ഒന്ന് നിങ്ങൾ കേൾക്കുക. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ അപകടത്തിൽപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അസ്ഹാബുൽ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുകയും ബഹുമാനപ്പെട്ടവർക്ക് രക്ഷ ലഭിക്കുകയും ചെയ്ത സംഭവം അദ്ദേഹം പറയുന്നതിനെ കളിയാക്കിക്കൊണ്ട്, മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പണിയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചിലരൊക്കെ മഹാനുഭാവന്റെ പേരിൽ കുതിര കയറുന്നത് കാണാനിടയായി. സനീർ സ്വലാഹി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ക്ലിപ്പിലൂടെ ബഹുമാനപ്പെട്ടവരെ കണക്കിന് കളിയാക്കി. എന്നാൽ അസ്ഹാബുൽ ബദരീങ്ങളെ തവസ്സുൽ ചെയ്യാൻ, മഹത്തുക്കളെ തവസ്സുൽ ചെയ്യാൻ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് കണ്ണ് കാണാത്തൊരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ വേഗം സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹുവേ ഇദ്ദേഹത്തിന്റെ കണ്ണിന് നീ ശിഫാ നൽകണമേ എന്നല്ല ദുആ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, അള്ളാഹുവേ എന്റെ കണ്ണിന് നീ ശിഫ നൽകണേ എന്ന് ദുആ ചെയ്തോളൂ എന്നുമല്ല പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ലിതുഖ്ലാലി. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ, അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് മുന്നിടുന്നു. ആരെ കൊണ്ടാ മുന്നിടുന്നത്? ബി നബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, നിന്റെ നബിയായ പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, ബദരീങ്ങളെ കൊണ്ട് എനിക്ക് രക്ഷ നൽകണമേ എന്ന് പറയുന്നത് പോലെ നബിയെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നി തവജ്ജഹ്തു ബിക, നബിയെ അങ്ങെക്കൊണ്ട് ഞാൻ മുന്നിടുന്നു, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്. എന്തേ റസൂലുള്ളാഹി തങ്ങൾക്ക് നീ അങ്ങോട്ട് ദുആ ചെയ്തോ, അള്ളാഹു എന്റെ കണ്ണിന് ശിഫാ നൽകണമേ എന്ന് ദുആ ചെയ്താൽ മാത്രം പോരായിരുന്നോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കണ്ണിന് ശിഫാ നൽകണമേ എന്ന് ദുആ ചെയ്താൽ മതിയായിരുന്നല്ലോ? മറിച്ച് മഹത്തുക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്നും ഇജാബത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവമാണത്രേ ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ നടത്തുവാൻ ഖലീൽ ബുഖാരി തങ്ങളുടെയും അതേപോലെ മഹാനവറുകളായ ഖലീൽ ബുഖാരി തങ്ങളെ മഹത്വപ്പെടുത്തി വരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കുമുള്ള ഏക തെളിവ്. അപ്പോ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകുമല്ലോ അദ്ദേഹം കൊണ്ടുവന്ന ഈ തെളിവിന്റെ വിഷയം എങ്ങനെ ഉണ്ട് എന്ന്. എന്താണ് ഇദ്ദേഹം വായിച്ച വിഷയം? ബദർ ശുഹദാക്കളെ തവസ്സുൽ നടത്തുവാൻ ഇതെങ്ങനെയാണ് മൂല്യം നിങ്ങൾക്ക് തെളിവാവുക? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അന്ധനായ മനുഷ്യൻ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നു.
അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വിഷയമാണത്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടുവാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, താങ്കൾ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ക്ഷമയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുകയാണ് നിനക്ക് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വുളുവെടുത്തു വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അദ്ദേഹം വുളുവെടുത്തു വരികയും ശേഷമാണ് ഈ പ്രാർത്ഥന റസൂലുള്ളാഹി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക എന്ന് പറയുന്ന മുസ്ലിയാർ പറഞ്ഞു വെച്ച ആ വാചകങ്ങൾ തന്നെ. ഇത് എന്താ? ഇതാണോ മുസ്ലിയാരെ ബദർ ശുഹദാക്കളെ വിളിക്കാൻ തെളിവ്? ശ്രോതാക്കൾ തീരുമാനിക്കുക. ഇതാണ് മൗലിയാക്കന്മാരുടെ തവസ്സുൽ വിഷയത്തിലുള്ള തെളിവ്. ഇങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അരികിൽ വന്ന അന്ധനായ മനുഷ്യൻ, ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം ചൊല്ലുന്നു. ആ പ്രാർത്ഥനയുടെ സാരം ഇതാണ്: അല്ലാഹുവേ, അനുഗ്രഹത്തിന്റെ പ്രവാചകനായ നിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുകയും നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്താണ്. ഇത് പ്രവാചകന്റെ തിരുസന്നിധിയിൽ വന്ന വിഷയമാണ്. അതല്ലാതെ ഈ അന്ധനായ മനുഷ്യൻ ഒരു കപ്പൽ യാത്രയിൽ തിരയിളക്കത്തിൽ കപ്പൽ മറിയാൻ വേണ്ടി പോവുകയും ആ സന്ദർഭത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിയെ തവസ്സുൽ നടത്തുകയല്ല, ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ നടത്തുകയല്ല. അങ്ങനെയുള്ള സംഭവമല്ല തെളിവായി ഉദ്ധരിക്കേണ്ട മുസ്ലിയാരെ. ഇതെങ്ങനെ നിങ്ങൾക്ക് തെളിവ്? ഞാൻ കുറെ ആലോചിച്ചു, ഇതെങ്ങനെ തെളിവാകും? ഇങ്ങനെയാണ് ഈ മൗലിയാക്കന്മാർ ഇസ്തിഗാസ വിഷയത്തിലും തവസ്സുൽ വിഷയത്തിലും തെളിവ് കൊണ്ടുവരിക. ഇങ്ങനെയാണ്. എങ്ങനെയൊക്കെ ഏച്ചു കിട്ടിയാലും അതിങ്ങനെ മുഴച്ചിരിക്കും. ഇതാണോ തെളിവ്? ഈ സംഭവമാണോ തെളിവ്? ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ അരികിൽ വന്ന ഒരു സ്വഹാബിയുടെ ചരിത്രമാണോ നിങ്ങൾക്ക് തെളിവ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞോ? അല്ലെങ്കിൽ സ്വഹാബിയെ പറഞ്ഞു വിട്ടോ? താങ്കൾ ദൂരദിക്കിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് താങ്കൾ തവസ്സുൽ നടത്തിയാൽ, അതായത് ഇസ്തിഗാസ നടത്തിയാൽ മതി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു വിട്ടോ? ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഇത് പ്രവാചകൻ കൽപ്പിച്ചു എന്ന നിലയിൽ, പ്രവാചകൻ പഠിപ്പിച്ചു എന്ന നിലയിൽ അദ്ദേഹം ചൊല്ലുകയാണിത്. ഇതാണ് ഈ സംഭവം. ഈ സംഭവം ആണത്രേ ബദർ ശുഹദാക്കളെ വിളിക്കാൻ ഉസ്താദിനും ശിഷ്യഗണത്തിനുമുള്ള തെളിവ്. ഈ തനിച്ച ശിർക്കൻ പരിപാടികൾക്ക് മുസ്ലിയാക്കന്മാരെ അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ആയത്ത് കിട്ടില്ല കേട്ടോ. ഒരു ഹദീസും നിങ്ങൾക്ക് കിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മൗലിയാരുടെ ഈ പറയപ്പെടുക. അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുക? തെളിവ് കൊണ്ടുവന്ന കോലാണ്. ഇനി എന്താണ്? ഒന്ന്, ഈ ഹദീസ് സ്വഹീഹാണ് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ നിന്ന് കിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതാണ്. അതാണ് അത്രേ ബദർ ശുഹദാക്കളുടെ പേര് വിളിക്കാനുള്ള തെളിവ്. ഇനി ഈ ഹദീസിൽ വന്നിരിക്കുന്ന, സനദിൽ വന്നിരിക്കുന്ന അബൂ ജഅഫർ റാസി എന്ന് പറയുന്നയാൾ, ഇദ്ദേഹം സ്വീകാര്യയോഗ്യനല്ല, ഇദ്ദേഹം ദുർബലനാണ് എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഹ്ദീബിലും തഖ്രീബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് സ്വീകരിക്കാൻ കഴിയുമേ എന്നുള്ള ചർച്ച മറ്റൊരു ഭാഗത്തുണ്ട്. അതൊന്നും ഞാൻ സമയത്തിന് പരിമിതി ഉദ്ധരിക്കുന്നില്ല. ഇനി മുസ്ലിയാർ അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ അതങ്ങ് തെളിയിച്ചങ്ങ് തരികയുമാവാം. അപ്പൊ ഇതാണ് ബദർ ശുഹദാക്കളെ വിളിക്കാനുള്ള മൗലിയാരുടെ ആകെ തെളിവ്. ആ തെളിവ് ഏതായിരുന്നാലും ആ തിരയിളക്കത്തിൽ തൽക്കാലം മുസ്ലിയാരെ അവിടേക്ക് തന്നെ ഇട്ടാൽ മതി കേട്ടോ. അവിടെ തന്നെ വെച്ചാൽ മതി. ഇത് തെളിവാവുകയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള പ്രവാചകന്റെ മുന്നിൽ വന്ന ഈ സംഭവം ബദർ ശുഹദാക്കളെ വിളിക്കാൻ എങ്ങനെയാണ് മൗലിയാക്കന്മാരെ തെളിവാകുക? അതോടെ ഈ ജാതി തെളിവുകളുമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അടുത്ത വീഡിയോ ക്ലിപ്പിൽ വരരുത്. വരികയാണെങ്കിൽ വേറെ വല്ലതും ഉണ്ടോ നോക്കുക. അപ്പോ തൽക്കാലം ഇപ്പൊ അത് മതിയല്ലോ. ഇനി രണ്ടാമത്തെ മറ്റൊരു വിഷയം, ആ വിഷയം അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങൾ കേൾക്കുക. ഏതാണ് വിഷയമെന്ന് അദ്ദേഹം പറയട്ടെ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പാനെ മുശ്രിക്കാക്കാൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് എന്ന ആയത്തോതി ദുർവ്യാഖ്യാനിച്ചു. ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയാണ്. ഇയാളുടെ മൂക്കിന് താഴെ വളർന്നത് മീശയും താടിയുമാണ് എങ്കിൽ, ആൺകുട്ടിയാണ് എങ്കിൽ ഒരു മുഫസ്സിറിനെ കൊണ്ടുവന്ന് തെളിയിക്കൂ. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ശിർക്കാണ് എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ശ്രോതാക്കൾ കേട്ടല്ലോ. ഇവിടെ എന്റെ കഴിഞ്ഞുപോയ ക്ലിപ്പിൽ ഞാൻ മൺമറഞ്ഞുപോയ മഹാന്മാരോടുള്ള ഇസ്തിഗാസ, സമസ്തക്കാരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു. അതായത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിനെ അവിടെ ഉദ്ധരിച്ചു.
ഈ ആയത്ത് ഉദ്ധരിച്ചപ്പോൾ മുസ്ലിയാർ എന്താ പറയുന്നറിയോ? അത് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അതായത് ഇൻതദുഉഹും, നിങ്ങൾ അവരെ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ മൺമറഞ്ഞു പോയ മഹാന്മാരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, ഏത് ശൈഖന്മാരുമാകട്ടെ, തങ്ങന്മാരുമാകട്ടെ, അവർ കേൾക്കില്ല. ഇനി അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇത് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് എന്റെ മീശയും താടിയൊക്കെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളി? ഒരു മുഫസ്സിറിനെ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. മുസ്ലിയാരെ, മുഫസ്സിറിനെ ഇപ്പൊ തരാം കേട്ടോ. ഇവിടെ ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ വിഷയത്തിൽ, നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ, ആ ഇസ്തിഗാസ അവരെ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ എന്നീ പറയുന്ന, വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്നീ പറയുന്ന ഈ വാചകം അത് അസ്നാമുകളെ സംബന്ധിച്ചാണ്. മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ ബിംബങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ്, ഇസ്തിഗാസ നടത്തിയ ആളുകളാണ്. അതുകൊണ്ട് അവർക്കേ ബാധകമാവുകയുള്ളൂ, ഞങ്ങൾക്ക് ബാധകമാകില്ല എന്നാണ് ഈ മുസ്ലിയാർ എന്ന് മാത്രമല്ല പൊതുവിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞൊപ്പിക്കാറുള്ളത്. എന്താണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം? അവര് നാട്ടിവെച്ച വിഗ്രഹത്തിന്റെ മുന്നിൽ പോകുന്നു, നിങ്ങൾ കിടത്തിയിട്ട വിഗ്രഹത്തിന്റെ മുന്നിൽ പോകുന്നു. ഈ വ്യത്യാസമുള്ളൂ. ഇനി നിങ്ങൾ ചോദിച്ചു മുഫസ്സിർ ആരാണ് എന്ന. ഞങ്ങള് ഇവിടെ ജമാഅത്തുകൾ ഇതിൽ ഉൾപ്പെടുന്നു, ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു, ആയത്തിന്റെ പരിധി ഉൾപ്പെടുന്നു, ജമാഅത്തുകൾ ഉൾപ്പെടും, ഒരു സംശയവുമില്ല. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ജമാഅത്തുകൾ, അതായത് ബിംബങ്ങൾ ഉൾപ്പെടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതും ഉൾപ്പെടും. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു മുഫസ്സിറിനെ ഹാജരാക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. കേട്ടോ, ഇമാം ഖുർത്തുബി തന്നെ, നിങ്ങൾ ഇമാം ഖുർത്തുബിയെ ഉദ്ധരിച്ചത്, ഞാൻ ഇമാം ഖുർത്തുബിയെ തന്നെ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീൻ മിമ്മാ യഅകിലു. ഈ ആയത്ത് മടങ്ങും, ഈ ആയത്ത് മടങ്ങും. എവിടേക്ക് മടങ്ങൽ? സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീങ്ങളായ ആളുകളിലേക്ക് മടങ്ങും. അതായത് മിമ്മായി അക്കിൽ ബുദ്ധിമാന്മാരായ ചില ആരാധ്യന്മാരിലേക്കും ഇത് മടങ്ങും. കൽമലായികത്തി മലക്കുകൾ, വൽ ജിന്നി ജിന്നുകൾ, വൽ അംബിയാ അംബിയാക്കന്മാർ, അംബിയാക്കന്മാരിലേക്കും ഈ ആയത്ത് മടങ്ങും. അതായത് ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആഅകും, മരണപ്പെട്ടു പോയ അംബിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസ പ്രയാസഘട്ടങ്ങളിൽ, പ്രതിബന്ധ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ ലാ യസ്മഉ ദുആഅകും, ആ ഇസ്തിഗാസ അവർ കേൾക്കുകയില്ല. മനസ്സിലായ മുസ്ലിയാരെ? മിമ്മായ അക്കിൽ ബുദ്ധിമാന്മാരായ ആളുകളിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ അത് അസ്നാമുകളെ സംബന്ധിച്ചല്ല വിശദീകരിച്ചത്. അസ്നാമുകൾ വേറെയുണ്ട്, അത് ബിംബങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അതും ഇമാം ഖുർത്തുബി അന്നഹാ ജമാഅത്ത് അദ്ദേഹം മുമ്പിൽ പറഞ്ഞു. ശേഷം ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ശേഷം പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ ആരാണ് മുഫസ്സിർ എന്ന് കിട്ടും മുസ്ലിയാരെ. പിന്നെ ഇവിടെ വളരെ കൃത്യമായി അദ്ദേഹം ഇമാം ഖുർത്തുബി തന്നെ പറഞ്ഞിരിക്കുന്ന വാചകം എന്താ? അതായത് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെയും വിഗ്രഹങ്ങൾ കൊത്തി കഅബയുടെ ഉള്ളറകളിൽ വെക്കുകയും ആ വിഗ്രഹങ്ങളോട് പോയി ഇസ്തിഗാസ നടത്തുകയും ചെയ്ത ആളുകളാണ്. ഇവിടെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ഐ ലൗ ജഅൽനാ ലഹും ഉഖൂല, ഇനി അവർക്ക് ഹയാത്ത, അവർ ജീവനോടുകൂടിയുള്ള ആളുകളാണെങ്കിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവരൊക്കെ ജീവനോടുകൂടിയുള്ള ആളുകളായിരുന്നാലും നിങ്ങൾ അവരെ വിളിച്ചു ഇസ്തിഗാസ നടത്തിയാൽ ഫസമിയു ദുആഅകും, ജീവനോടുകൂടിയുള്ള ആളുകളാണ്, നിങ്ങളുടെ ദുആ അവർ കേൾക്കും. പക്ഷേ വലമസ്തജാബു ലക്കും അലൽ കുഫർ, ആ കുഫറിന്റെ മേൽ അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായോ? പ്രയാസഘട്ടങ്ങളിൽ, പ്രതിബന്ധ ഘട്ടങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കേൾക്കും, പക്ഷേ ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. പ്രയാസഘട്ടങ്ങളിൽ, പ്രതിബന്ധ ഘട്ടങ്ങളിൽ നിങ്ങൾ വിളിക്കേണ്ടത് റബ്ബിനെ ആയിരിക്കണം. അവൻ കേൾക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മറ്റുള്ള ആയത്തുകളിൽ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ മുസ്ലിയാരെ, എന്റെ മീശയെ ചൂണ്ടി, താടിയെ ചൂണ്ടി നിങ്ങൾ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയെ വളരെ കൃത്യമായി എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ മുഫസ്സിറിനെ കൊണ്ടുവരികയും ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് ശേഷം ചില കാര്യങ്ങൾ കൂടി എനിക്ക് വിശദീകരിക്കുവാനുണ്ട്. ഇവിടെ ഇപ്പൊ ഈ മുസ്ലിയാർ മാത്രമല്ല, സാധാരണ മറ്റുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. എന്താണ് ആരോപണം? ഞങ്ങൾ മുജാഹിദുകൾ ഇവരെ കാഫിറാക്കിയിരിക്കുന്നു, ഇവരെ മുശ്രിക്കാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ സാധാരണക്കാരായ ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി പറയാറുള്ള ഒരു ആരോപണം ഞങ്ങളെ പറ്റിയുള്ള അതാണ്. ഞങ്ങളുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ മുശ്രിക്ക്, ഇനി രണ്ടാം മുശ്രിക്ക് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. ഞങ്ങൾ അങ്ങനെ ജാതി സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ആൾക്കാരാണോ?
ഞങ്ങൾ ഇവിടെ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് ഞങ്ങളുടെ ദൗത്യം. ഇത് മനസ്സിലായോ? ആ ശിർക്ക് നിങ്ങളുണ്ടെങ്കിൽ അത് ശിർക്കാണ് മുസ്ലിയാരെ. അതിനിപ്പോ ഞങ്ങളുടെ ദേഹത്ത് വഹാബി വഹാബി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും തൗഹീദ് ഞങ്ങൾ പറയും. അതിൽ നിങ്ങൾ ബേജാറാകണ്ട. ഇവിടെ നേരത്തെ എന്റെ കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുസ്ലിയാർ ക മാ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്റെ വോയിസിന് മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞ വോയിസിന് പരിപൂർണമായി എന്ന നിലയ്ക്ക് ഗണ്ഡനം തരേണ്ട നിങ്ങൾ എന്തേ മിണ്ടാതെ പോയത്? അത് മിണ്ടിയ പ്രശ്നമാണ്. ഞാൻ ആയത്ത് വായിച്ച് കേൾപ്പിക്കാം. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ പറഞ്ഞ വാചകം? ഞങ്ങൾ പറഞ്ഞു മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ നിങ്ങളെക്കാൾ മെച്ചമായിരുന്നു. ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ പോലെ അവരും ഒരു കപ്പൽ യാത്ര ചെയ്യുന്നു. ആ കപ്പൽ തിരയിളക്കത്തിൽ അതിങ്ങനെ മറിയാൻ വേണ്ടി പോകുന്നു. മരണത്തെ മുന്നിൽ കാണുന്നു. ആ സന്ദർഭത്തിൽ അവർ ആരെ വിളിച്ചു? അള്ളാഹുവിന്റെ കലാമാണിത്. അള്ളാഹു പറഞ്ഞിരിക്കുന്ന വാചകം ദഅല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ നിഷ്കളങ്കമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഖുർആൻ പറഞ്ഞ കാര്യ. ആരെ സംബന്ധിച്ച്? മക്ക മുശ്രിക്കീങ്ങളെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു, ഇസ്തിഗാസ നടത്തിയിരുന്നു. അവരെ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോൾ ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോ ഇവിടെ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെക്കാൾ മെച്ചമായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ. അള്ളാഹു പറഞ്ഞ വിഷയമാണ്. ഈ ആയത്ത് മുസ്ലിയാർ തൊട്ടിട്ടില്ല. തൊട്ടാൽ അറിയാം മുസ്ലിയാർക്ക് ഇത് പ്രയാസമാണെന്ന്. അതുകൊണ്ട് അത് തൊട്ടില്ല. ഇനി പോകട്ടെ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തി വെച്ച വാചകം ഞാൻ കേൾപ്പിച്ചു. എന്റെ മുസ്ലിയാരെ കണ്ടില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു വെച്ച വാചകമല്ല. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു വെച്ച വാചകമല്ല. ഇമാം റാസി. നിങ്ങൾക്ക് തള്ളാൻ കഴിയോ? എന്താ പറഞ്ഞു വെച്ച വാചകം? കേട്ടോ നിങ്ങൾ. റജഉ ഇലൽ ഫിത്രത്തി ഷാഹിദത്തി ബിത്തൗഹീദ്. അതേ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളായി കണ്ട അതേ മക്ക മുശ്രിക്കീങ്ങൾ തന്നെ അവർ തൗഹീദിലേക്ക് മടങ്ങി. അവർ അവർ അല്ലാഹുവിനെ ഏകനാക്കി. അവർ നിഷ്കളങ്കമാക്കി. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ കരയിലേക്ക് എത്തിയപ്പോ പിന്നെ എന്ത് ചെയ്ത? അവർ ആ പഴയിലേക്ക് തന്നെ മടങ്ങി. ഇതാണ് മക്ക മുശ്രിക്കീങ്ങളുടെ പണി. നിങ്ങളെന്താ? അവര് സമുദ്രത്തിൽ വെച്ചെന്താണ് തൗഹീദുള്ള ആളുകളായിരുന്നു. കരയിലേക്ക് എത്തിയപ്പോ അവരെന്ത് ചെയ്യുക? അള്ളാഹുവിൽ പങ്കുചേർത്തു. നിങ്ങളോ സമുദ്രത്തിൽ അത് തന്നെ, കരയിൽ ഈ പണി തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് മക്ക മുശ്രിക്കീങ്ങൾ നിങ്ങളെക്കാൾ ലേശം മെച്ചമായിരുന്നു എന്ന്. ഇവിടെ ഞാൻ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തഫ്സീറിന്റെ വാചകം ഉദ്ധരിച്ച് മുസ്ലിയാരെ കേട്ടില്ലേ? എന്റെ മറുപടി പറയാൻ കഴിയില്ല അല്ലെ? അപ്പോ ഇത് ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞ കാര്യമില്ല. അവർ തൗഹീദിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞത് ഇമാം റാസിയാണ്. ഇത് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ആ ഭാഗം വായിക്കുവാൻ കഴിയും. കാനൽ മുശ്രിക്കൂന യഖൂലൂൻ. മുശ്രിക്കീങ്ങളായ ആളുകളുടെ തൽബിയത്തിനെ സംബന്ധിച്ച് പറയുന്നു, ലബ്ബൈക ലാ ശരീക ലക്. ലബ്ബൈക അല്ലാഹുവേ, നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന കാര്യത്തിൽ ഞങ്ങളിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് മക്ക മുശ്രിക്കീങ്ങൾ തൽബിയത്ത് പറഞ്ഞപ്പോൾ ഫയഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വൈലക്കും ഇവിടെ നിർത്തുവാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ തൽബിയത്ത് ഇത്ര പറഞ്ഞ് ഈ പറയുന്ന ഈ ഭാഗം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കൂ, നിർത്തൂ. അത് തൗഹീദാണ്. പ്രവാചകൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അവർ നിർത്തി. അവർ കൂട്ടിച്ചേർത്തു, ഇല്ലാ ശരീകൻ ഹുവ ലകു തംലികു വമാ മലക്. അവിടെയാണ് നിങ്ങളും മക്ക മുശ്രിക്കീങ്ങളും കൂടി യോജിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിക്കുന്നത് അല്ലേ? അവരുടെ കഴിവുകൾ ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവേ നീയാണ് എന്ന് അവർ തൽബിയത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ അത് തന്നെയല്ലേ മൗലിയാക്കന്മാർ നിങ്ങളും പറയുന്നത്? അതന്നല്ലേ ഇവിടെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം റാസി പറഞ്ഞു വെക്കുന്ന വാചകം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതും കൂടെ കേട്ടുപിടിച്ചോ. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഖവാരിജുകൾ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഇമാം റാസിയെ സംബന്ധിച്ച് അങ്ങനെ വിളിക്കാൻ കഴിയോ? ഇമാം റാസി പറഞ്ഞു വെച്ച വാചകമാണ് ഞാൻ കേൾപ്പിച്ചത്. ഞങ്ങളുടെ പേര് ഇങ്ങനെ ഖവാരിജിങ്ങൾ എന്നൊക്കെ ഒച്ച ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഖവാരിജികൾ ആരാ? ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായ മക്ക മുശ്രിക്കീങ്ങളോട് തുല്യത പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരെക്കാൾ മോശമാണ് നിങ്ങൾ. അവരെക്കാട്ടിലും മോശം. കേട്ടോ നിങ്ങൾ ഇമാം റാസി പറഞ്ഞിരിക്കുന്ന വാചകം, അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീർ യഅതഖിദൂന ഫീഹി അന്നഹു മുജാബു ദഅവതി വമഖബൂലു ശഫാഅതി ഇൻദല്ലാഹി തആല.
എന്താ പറഞ്ഞ വാചകം? അവരിൽ നിന്നും ഒരു വലിയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ അവർ വിശ്വസിച്ചിരുന്നു. എന്താ വിശ്വാസം? അള്ളാഹുവിന്റെ അടുക്കൽ പാരത്രിക ലോകത്ത് ഈ മനുഷ്യൻ അവരുടെ ശുപാർശകരാകും എന്ന വിശ്വാസത്തിൽ മാത്രമാണ് അവർ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തിയത്, വിളിച്ചു തേടിയത്, ആരാധിച്ചത്. മുസ്ലിയാരെ, ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകന്മാരാണെന്ന് വിശ്വാസം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മധ്യവർത്തികളാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. ഇതേ വിശ്വാസം നിങ്ങൾക്കുള്ളത്. ആ അള്ളാഹ് ഏതാ? ഇമാം റാസി പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾ ശുപാർശകരാണ്, ഈ മരണപ്പെട്ടു പോയ ആളുകൾ. അതുകൊണ്ടാണ് അവർ മുജാബുദ് ദഅവതി വ മഖബൂലുശ് ശഫാഅത്തി എന്ന് ഇമാം റാസി രേഖപ്പെടുത്തിയത്. ഈ മനുഷ്യൻ പാരത്രികമായ ലോകത്ത് ഞങ്ങൾക്കുള്ള ശുപാർശകരാകും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്, വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നത്. പിന്നെ ഇലാഹാണെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു, ഞങ്ങൾക്കതില്ല. നിങ്ങൾ കൊണ്ടുപോവാ. ഇലാഹാണെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇലാഹി എന്ന വാക്കിന്റെ അർത്ഥം ഖാലിഖ് എന്നാണോ, റാസിഖ് എന്നാണോ? ആണോ? ഞാൻ നേരത്തെ ഇമാം റാസി പറഞ്ഞു, ഇമാം റാസിയുടെ വാചകം കേൾപ്പിച്ചു. എന്താ പറഞ്ഞ വാചകം? ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ, മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, അവർ പറയും അല്ലാഹു ആണ് എന്ന് പറയും. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇമാം റാസി പറഞ്ഞു വെച്ച വാചകം, മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ വുജൂദിനെ നിഷേധിച്ചവരായിരുന്നില്ല, അംഗീകരിച്ചവരായിരുന്നു. ആ അല്ലാഹ് ഏതാ? ഇവിടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ സിട്ടാവി എന്നർത്ഥമില്ല. അള്ളാഹുവിലേക്ക് നൽകേണ്ടുന്ന പ്രാർത്ഥന, അള്ളാഹുവിലേക്ക് നൽകേണ്ടുന്ന ദുആ, അദ്ദുആ ഹുവൽ ഇബാദ, ദുആ പ്രാർത്ഥനയാണ്. അത് ആ ദുആ പ്രാർത്ഥനയാകുന്ന അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അത് ആരാധനയാണ് എന്നാണ്. പ്രാർത്ഥന ആരാധനയാണ്. ഈ ആരാധനയുടെ അംശം, അള്ളാഹുവിലേക്ക് പോകേണ്ടുന്ന ആരാധനകളുടെ അംശം സൃഷ്ടികളിലേക്ക് സമർപ്പിച്ചാൽ ആ സൃഷ്ടിയെ നീ ഇലാഹാക്കലായി. മുസ്ലിയാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇല്ലെങ്കിൽ തുഹഫയൊക്കെ നമ്മൾ വായിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ വിഷയത്തിൽ വരി. ഏതായിരുന്നാലും മുസ്ലിയാക്കന്മാരെ ബദർ ശുഹദാക്കൾ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുവാൻ നിങ്ങളുടെ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇനി കുറെ കിടന്ന് കരഞ്ഞോട്ടെ. കരഞ്ഞാലൊന്നും ആ കരച്ചിൽ തെളിവാകില്ല. അള്ളാന്റെ കലാമ കൊണ്ട് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയില്ല എന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം. കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മീശയും താടിയും നോക്കി വെല്ലുവിളിക്കുന്നില്ല. നിങ്ങൾ തെളിയിക്കൂ, പ്രമാണബദ്ധമായി നിങ്ങൾ തെളിയിക്കൂ എന്ന് വിനയ പുരസ്കാരം നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.